ഹലോ ഗൈസ്, ഇപ്പം നല്ല മാങ്ങയുടെ സീസണല്ലേ. നമുക്കൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. മാങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3 ദിവസം മാറ്റി വെക്കാം. മൂന്ന് ദിവസം കഴിഞ്ഞ് ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോഴേക്കും ഇതിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റെഡ് കോഡ് പിക്കിൾ പൗഡറാണ്. അതും ആവശ്യത്തിന് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എള്ളെണ്ണ കൂടി ആഡ് ചെയ്ത് കടുകും കറിവേപ്പില കൂടി ഇതുപോലെ താളിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ മാറ്റിവെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. മാങ്ങ നന്നായി മൂത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കുറച്ച് കടുകും ഉലുവയും വറുത്ത് പൊടിച്ചെടുക്കാം. ഇനി ഇത് മാങ്ങയുടെ മുകളിലായി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തണിയാൻ വേണ്ടി മാറ്റിവെക്കാം. ഇത് 4 ഈത്തപ്പഴം വിനാഗിരിയിൽ 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അല്പം ചൂടാറിയ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്തൊന്ന് ലൂസാക്കി എടുക്കാം. പക്ഷെ ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈത്തപ്പഴം ചേർത്തതുകൊണ്ട് ഇതിന് മധുരം ഉണ്ടാകുന്നൊന്നും ആരും വിചാരിക്കേണ്ട, ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.